ഇരിക്കെ. എങ്ങനെയാ കൊല്ലുക? എപ്പോ? എവിടെ വെച്ച്? അതൊക്കെ ഇനി തീരുമാനിക്കണം. ഇവനാ ഞാൻ പറഞ്ഞ ആദിത്യവർമ്മൻ, എന്റെ ക്ലാസ്മേറ്റ്. അപാര ബ്രെയിനാ. ഐഡിയ ഒക്കെ ഇവൻ തരും. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സീക്രട്ട് ആയിരിക്കുമല്ലോ. 100% വിശ്വസിക്കാം. ആദി, ഇതാ മാനുവൽ അങ്കിൾ. ഹലോ. ഹലോ, വാ. ഇവന്റെ പാരന്റ്സ് ഡൽഹിയിലാ. ഡാഡി CBI-ല്, മമ്മി IPS-ഉം. മമ്മി ഇപ്പൊ ജലന്ധറിൽ SP ഇല്ലേ? അതെ. ഇവിടെ ഇപ്പൊ ഇവന്റെ അപ്പൂപ്പൻ മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അപ്പൂപ്പന് കണ്ണു കാണൂല. കാറ്ററാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിപ്പ. ചെവി പണ്ടേ ഔട്ട്. ആർമി കേണലായിരുന്നു. ആദ്യാണോടാ? അതെ അപ്പൂപ്പ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. വാ, ഇതെന്റെ ഫ്രണ്ട്സ്. ഇത് മാഷ്. വാ, ഇരിക്കൂ. എത്ര പേരെ കൊല്ലണമെന്നാ പറഞ്ഞേ? നീ മറന്നുപോയോ ഒരാളെ? നിധിയുടെ പപ്പയെ. ഓ യെസ്, ഞാൻ ഓർക്കുന്നു. ഇംഗ്ലീഷ് നോവൽസ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ടോ? ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. നല്ല നല്ല മർഡേഴ്സ്, എക്സൈറ്റിംഗ് ക്രൈംസ് ഒക്കെ ഇംഗ്ലീഷിലേ കാണാൻ പറ്റൂ. ഒരാളെ മാത്രമേ കൊല്ലാനുള്ളൂവെങ്കിൽ നമുക്ക് ഈ ഐഡിയ ഫോളോ ചെയ്യാം. ഷെർലക് ഹോംസിന്റെ ഞാൻ റെഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരാളെ സിമ്പിളായി കൊല്ലാൻ പറ്റും. മറ്റേ ഇല്ല മർഡർ മെത്തേഡ്സ് ഈ ബുക്സിലുണ്ട്. അഗത ക്രിസ്റ്റി, പോൾ ബ്രിക്ക്ഹിൽ. മർഡർ നേരിട്ട് കണ്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ CDs കാണാൻ നല്ലതാ. ഒരു ധൈര്യം കിട്ടും. അല്ല, ഇതിലൊക്കെ അവസാനം കൊല്ലണയാളെ പിടിക്കുമല്ലേ? അത് പിന്നെ നോവലിൽ വില്ലനെ നായകൻ പിടിച്ചില്ലെങ്കിൽ പുസ്തകം ചെലവാകില്ല. സിനിമയിലും അങ്ങനെ ചെയ്താലേ ഈ സൂപ്പർ സ്റ്റാർസിനെ പിടിച്ചെടുക്കാൻ പറ്റൂ. ഈ നോവലിലും സിനിമയിലും അല്ലാത്ത വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ ഒരാളെ കൊല്ലാൻ? പേടിയുണ്ടല്ലേ? അങ്ങനൊന്നുമില്ല. എങ്കിലും എന്റെ സ്വന്തം ചില ഐഡിയാസ് ഫോളോ ചെയ്യാം. ഞാൻ കുറെ കൊല്ലമായി ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു 10-25 കൊല്ലമായി കാണുമാവോ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബി സീരിയസ്, വി ആർ ഡിസ്കസിംഗ് എ സീരിയസ് മാറ്റർ. എന്റെ ഈ മെത്തേഡ് അനുസരിച്ച് മാനവരങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിധിയുടെ പപ്പയ്ക്ക് ക്ലബിലോ ബാറിലോ മറ്റോ പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്കിൾ അവിടെ ചെല്ലുക. എന്നിട്ട് പപ്പയെ അറിയാതെ പാർക്ക് ചെയ്ത കാറിന്റെ പിൻസീറ്റിൽ ഒളിക്കുക. കാറ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ലോക്ക് ചെയ്ത കാർ ഓപ്പൺ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. ശരി, എന്നിട്ട് പപ്പ കാർ ഓടിച്ചു പോകുമ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് പാന്റിന്റെ പോകലിൽ കരുതി വെച്ച കയർ മെല്ലെ എടുത്ത് സഡനായി പപ്പയുടെ കഴുത്തിലിട്ട് കുരുക്കുക. സൂക്ഷിക്കണം, കഴുത്തിൽ കൃത്യമായി വീഴണം. തേർഡ് സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചാൽ കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി ഈ പാലം വഴി വരാൻ പറയുക. സാധാരണ പോലെ ഓടിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കണം. വണ്ടി പാലത്തിലെത്തിയാൽ കുരുക്ക് മുറുക്കുക. എന്ന് വെച്ചാൽ പപ്പ പിടങ്ങി മരിക്കുന്നത് വരെ. ഫോർത്ത് സ്റ്റെപ്പ് സിമ്പിളാണ്. മരിച്ചു എന്നുറപ്പായാൽ അങ്കിൾ കാറിൽ നിന്ന് ഇറങ്ങുന്നു. കുരുക്കൂരി മാറ്റുന്നു. ചുറ്റും നോക്കി മറ്റ് വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ബോഡി ഉൾപ്പെടെ കാർ ഈ കായലിൽ തള്ളുന്നു. ഒന്നെങ്കിൽ കാർ കായൽ താണ് വയ്ക്കുള്ളൂ. ഇല്ലെങ്കിലും ഭയപ്പെടേണ്ട, ഇതൊരു ആക്സിഡന്റ് ഡെത്താണെന്ന് ആളുകൾ കരുതിക്കൊള്ളും. എനി ഡൗട്ട്സ്? മോനെ, ഒരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഈ കുരുക്ക് കഴുത്തി മുറിവുമ്പോ വണ്ടി കൺട്രോൾ വിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ? അപ്പോ പിന്നെ ഇവളുടെ പപ്പ എന്നെ കയറി അറ്റാക്ക് ചെയ്യല്ലേ? അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം, കുറച്ചുകൂടി ഇന്റലിജന്റ് ആയ ഒരു മെത്തേഡ്. ഓക്കെ? ഓക്കെ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിധിയുടെ പപ്പയെ അങ്കിൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കും? അത് നമുക്ക് ആലോചിക്കാം. ആദ്യം മെത്തേഡ് പറയട്ടെ. അങ്കിൾ അവിടെ വെച്ച് അയാൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നു. അങ്കിൾ കുടിക്കരുത്, കുടിക്കുന്നത് അഭിനയിക്കുക. എന്നിട്ട് ഇടയ്ക്ക് അങ്കിളിന്റെ കയ്യിലെ ഗ്ലാസ് അറിയാതെ താഴെ വീഴുന്നു. ഗ്ലാസ് പൊട്ടണം. പിന്നെ സോറി പറഞ്ഞ് ഗ്ലാസ് പീസുകൾ പെറുക്കിയെടുത്ത് അങ്കിൾ ദൂരെ എറിയുന്നു. എന്നാൽ ഒരു ഗ്ലാസ് പീസ്, മൂർച്ചയുള്ള ഒരു ഗ്ലാസ് പീസ് മാത്രം അങ്കിൾ ദൂരെ എറിയുന്നില്ല. അത് ക്ലെവറായി കയ്യിൽ ഒളിപ്പിക്കുന്നു. പിന്നെ സംസാരിച്ച് അങ്കിൾ പപ്പായുടെ പിന്നിലെത്തുന്നു. സഡനായി ഗ്ലാസ് പീസ് പപ്പായുടെ കഴുത്തിൽ അമർത്തുന്നു. ബി കെയർഫുൾ, പിന്നെ വിടരുത്, അയാൾ മരിക്കും വരെ. അങ്കിളിന്റെ കൈ മുറിഞ്ഞെന്നിരിക്കും, എങ്കിലും വിടരുത്. ഇങ്ങനെ ഒരു സീൻ അബ് തക് ചപ്പൻ എന്ന ഹിന്ദി പടത്തിലുണ്ട്.
പക്ഷേ അയാൾ കുതറിയാലോ, എന്നെ ഇടിച്ചു വീഴ്ത്തിയാലോ? അപ്പൊ അയാളെ ഫിസിക്കലായി കീഴ്പ്പെടുത്താമെന്ന് കോൺഫിഡൻസ് ഇല്ല? അല്ല, അയാളോട് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാ സേഫായിട്ട് കൊല്ലാൻ വേറെ വഴിയൊന്നുമില്ല. അതിന് സിമ്പിളായ ഒരു വഴിയേ ഉള്ളൂ, ഷൂട്ട് ചെയ്യുക. ആ, അത് കൊള്ളാം, അത് സേഫാ. പക്ഷേ അതിന് ഗൺ വേണ്ടേ? ഗണ്ണൊക്കെ ഉണ്ട്. 60s ഇന്ത്യ ചൈന വാർ നടക്കുമ്പോ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന സർവീസ് ഗണ്ണ, ബുള്ളറ്റ്സും ഉണ്ട്. പക്ഷേ അപ്പൂപ്പൻ അത് അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. അത് എടുക്കാൻ പറ്റിയാൽ നല്ലതാ. ലൈസൻസ് ഒന്നും പുതുക്കാത്തോണ്ട് ഇപ്പൊ ഈ തോക്ക് ഒരു രേഖയിലും ഉണ്ടാവൂല. ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഏത് കണ്ണിന്ന് വന്നൊന്നും പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സേഫാ. പക്ഷേ ഗണ്ണങ്ങനെ എടുക്കൂന്നാ. അത് ആദ്യം വിചാരിച്ച പറ്റും. അപ്പൂപ്പൻ അറിഞ്ഞാലോ? അറിയാതെ എടുക്കണം. അതെ, ശ്രമിക്കാം. ആദിക്ക് ഇത് നന്നാക്കാൻ പറ്റുമോ? ഷുവർ, ഇത് സിമ്പിൾ ഫോൾട്ടാ. ഐ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ആദി, മാനുവൽ അങ്കിളിനും ഗണ്ണ് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, അതാ പ്രശ്നം. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. ഇറ്റ്സ് നോട്ട് ഈസി. അങ്കിൾ ട്രെയിൻ ചെയ്യണം, ഞാൻ പഠിപ്പിക്കാം. ഡൽഹിയിലായിരുന്നപ്പോ ഡാഡി എന്നെ പഠിപ്പിച്ചു തന്നതാ. യു നോ, മൈ ഫാദർ ഈസ് എ ഷാർപ്പ് ഷൂട്ടർ. എന്നാലും പബ്ലിക് പ്ലേസിൽ വെച്ച് അങ്കിൾ അയാളെ ഷൂട്ട് ചെയ്യുന്ന റിസ്ക്കാ. എത്ര ശ്രമിച്ചാലും എങ്ങാനും ഉന്നം തെറ്റിയാലോ? മാത്രമല്ല, അപ്പൊ ആളുകൾ കാണുകയും ചെയ്യും, തൊണ്ടിയോടെ പിടിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യാ ആദി? അയാളുള്ള അടുത്ത് അങ്കിൾ ചെല്ലുന്ന റിസ്ക്കാ. അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അയാളെ വിളിച്ചു വരുത്തണം, എന്നിട്ട് മറങ്ങി എന്ന് ഷൂട്ട് ചെയ്യുക. അതിന് ഞാൻ വിളിക്കുന്നിടത്ത് അയാൾ വരുവോ? വരുത്തണം. അതെങ്ങനെ? അതിനൊരു ഐഡിയ കണ്ടെത്തണം. കുറച്ച് ബുദ്ധിമുട്ടാ. പറ്റും. ഒന്നുകിൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. വെയിറ്റ്, ബ്ലാക്ക്മെയിൽ ചെയ്യാം. അങ്കിളും ഞാനും തമ്മിൽ കമ്പനി ഉള്ളത് അയാൾക്കറിയാം. എന്നെ ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്കിൾ ഫോൺ ചെയ്ത് അയാളോട് പറയാം. എന്നിട്ട് ത്രെട്ടൺ ചെയ്യാം. മമ്മിയോടും ആരോടും പറയാതിരിക്കാൻ പണം ആവശ്യപ്പെടുക. പിന്നെ രാത്രി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ പണവുമായി വരാൻ പറയണം. എന്നിട്ട് ആദ്യം പറഞ്ഞതുപോലെ മറിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുക. ഐഡിയ കൊള്ളാം. എന്നാലും അയാൾ വരുവോ? വരും. മമ്മി അറിയുന്നതിൽ അയാൾക്ക് പേടിയുണ്ടാവും. യു ആർ കറക്റ്റ് നിധി, ഈ ഐഡിയ വർക്കൗട്ട് ആവും. അപ്പൊ ഒടുക്കം ആദിയുടെ ഐഡിയ അല്ല, എന്റെ നിധിക്കുട്ടിയുടെ ഐഡിയ ആണ് വർക്കൗട്ട് ആയെന്ന് ചുരുക്കം. അതങ്ങൾ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ടേക്ക് ഇറ്റ് ഈസി ആദി മോനെ, ഗൺ നിന്റെ അല്ലേടാ. അപ്പോ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇല്ലേ ആദി? യെസ്. എന്താ സന്ദീപ്? അങ്കിളാ പറയേണ്ടത്. അങ്കിൾ എന്താ അങ്കിൾ? ഓക്കെ ആണ്. പിന്നെന്താ ഡൗട്ട്? ഇനി ലാസ്റ്റ് മിനിറ്റിൽ അങ്കിൾ കാല് മാറുമോ? മോക്ക് ടെൻഷനായോ? ഇല്ല, അങ്കിൾ കാല് മാറില്ല. അങ്കിൾ തീരുമാനിച്ചതാ. ഇനി എപ്പോ എവിടെ വെച്ചാണെന്ന് പറഞ്ഞാ മതി. അങ്കിൾ, എന്റെ നിധിക്കുട്ടിക്ക് സന്തോഷായില്ലേ? അങ്കിളിന് അത് മതി. ഇനി എല്ലാം കഴിഞ്ഞ് എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ ധൈര്യമായിട്ടിരുന്നു. നിങ്ങളെ 3 പേരെയും അങ്കിൾ കാട്ടിക്കൊടുക്കില്ല. മർഡർ പ്ലാൻ ചെയ്തതും നടത്തിയതും എല്ലാം ഞാൻ തനിച്ച് മാത്രമാണെന്ന് പോലീസിനോട് പറഞ്ഞോളാം. നോക്ക്, ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്നുവെച്ച് സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്ന് മോള് വിചാരിക്കണ്ട കേട്ടോ. ദാ ഇവനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇവനാളത്ര ശരിയല്ലെന്ന്. മോള് നോക്കിക്കോ, എന്നെങ്കിലും സത്യം ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ വായിലൂടെ ആയിരിക്കും.
അപ്പൊ പിന്നെ ഇവൻ സത്യം പറയാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ മോളെ. അതെന്താന്നറിയാവോ? മോള് കുറച്ചുകൂടെ വലുതാവുമ്പോ ഇവനെ ഞാൻ കല്യാണം കഴിക്കും. ഒരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ സത്യത്തിൽ അവനെ തട്ടുന്നതിന് തുല്യമാ. കെട്ടിക്കഴിഞ്ഞ ലോകത്തിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയുടെ അനുവാദം ഇല്ലാതെ കമാന്നൊരു അക്ഷരം വേണ്ടി ചരിത്രമുണ്ടോ? ഇല്ലടാ മോനെ. ഗണ്ണ് റെഡി. ഇനി ഇത് ബുള്ളറ്റ്സിൽ ഓടിയാൽ മാത്രം മതി. നോക്കട്ടെ. മാനുവൽ, മാനുവൽ, മാനുവൽ. പരിചയമില്ലാത്ത കാര്യമായതുകൊണ്ട് ആദ്യം ഒന്ന് ഉന്നം പിഴച്ചു. ഇനി പിഴക്കില്ല. മാനുവൽ, നോ. താൻ ആവശ്യപ്പെട്ടത് ചെയ്യാം. അതിനാ ഞാൻ വന്നത്. നിന്റെ പണം ആർക്ക് വേണം? നിന്നെ ഇവിടെ വരുത്താൻ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. മാനുവൽ, വേണ്ട പ്ലീസ്. ഇല്ലടാ, എനിക്ക് കൊല്ലാതെ പറ്റില്ല. ഞാൻ എന്റെ നിധിമുക്ക് വാക്കുകൊടുത്തുപോയി. അവക്ക് വേണ്ടിയാണിത്. ഇന്നത്തോടെ അവളുടെ എല്ലാ സങ്കടങ്ങളും തീരണം. ഹലോ സന്ദീപ്, എനിക്ക് ആകെ ടെൻഷൻ. ഇപ്പൊ അങ്കിള് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അയാള്. Oh!